സോ ഗൈസ്, ദിസ് ഇസ് ഓക്സി ഷാഫി. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് ഞങ്ങൾ കാശ്മീരിലെ, അതായത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിന് ഏകദേശം കെരൻവാലി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ഇന്ത്യൻ്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന യാത്രയാണ്. ഓക്കെ, ഇത് ഞാൻ ഓൺ വോയിസ് ഇടാൻ കാരണം എന്താ വെച്ചാൽ നമുക്കവിടെ വീഡിയോസോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ അലോഡില്ല. അപ്പോൾ ഞാനതുപോലെ അറിയാതെ എടുത്തതാണ്. ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഹിച്ച് ഹാക്കിങ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് നടന്ന് പോണ്. അവിടുത്തെ ചെറിയ ഗ്രാമങ്ങളാണ്. ഓക്കെ, ഏകദേശം ശ്രീനഗറിൽ നിന്ന് 6 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം അങ്ങോട്ട് കെരൻവാലിയിലേക്ക്. അവിടെ ഫുൾ ആർമികളാണ്. നമുക്കങ്ങനെ പെട്ടെന്ന് ചാടി കയറി പോകാനോ അല്ലെങ്കിൽ സ്പീഡായിട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ഒരു പൊട്ട ജീപ്പിൽ, അതായത് ആർമിക്കാർക്കുള്ളൊരു സാധനമുള്ള ഒരു ജീപ്പിൽ ഞങ്ങൾ കിട്ടി. ഇങ്ങോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഒറ്റ ദിവസത്തിന് പെർമിഷൻ കിട്ടുക. ഓക്കെ, ആ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാൻ. ഞാൻ എൻ്റെ ഫ്രണ്ട് സോലിയോ ആയിരുന്നു പോരുന്നത്. ഇത് ഞങ്ങളിങ്ങനെ പോവാണ്. ഏകദേശം ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും മഞ്ഞ് കണ്ടു. ഞങ്ങൾ ഈ കൊട്ട ജീപ്പിലായിരുന്നു. കൊട്ട ജീപ്പിൽ കുഴപ്പമൊന്നും, ബാക്കിലാണ് ഞങ്ങൾ ഇരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെ പോവുകയാണ്. നല്ല മഞ്ഞ്, നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡ്രൈവർ നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളും പോയിട്ട് ഞങ്ങളെ കൂടെ. അങ്ങനെ അയാൾ പറഞ്ഞു ഓക്കെ കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബാക്കിൽ അങ്ങനെ ഇരുന്ന് ഏകദേശം അങ്ങോട്ട് അടുക്കാലതായിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ട്രാവൽ ചെയ്തു ഈ കൊട്ട ജീപ്പിൽ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്ത്, ഒരു ആർമി, അതായത് ഏകദേശം ഒരു നമ്മളെ കയ്യിൽ 6 പെർമിറ്റുകളുണ്ട്. പെർമിറ്റിൻ്റെ കോപ്പി, ഈ 6 പെർമിറ്റ് ഓരോ സ്ഥലത്ത് കൊടുക്കണം. സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ നമ്മളെ വിടുള്ളൂ. ഇത് ഞങ്ങൾ ആർമിക്കാർ സെറ്റാക്കി, അതായത് ആർമിക്കാർ ഞങ്ങളോട് പറഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റില്ല, വണ്ടി കിട്ടില്ല, അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി റെഡിയാക്കി തരാം. അപ്പം ഈ കാശ്മീരിൻ്റെ ആൾക്കാരെ വണ്ടി റെഡിയാക്കി തന്നു. അതിനാണ് ഞങ്ങൾ പോകുന്നത്. ആർമിക്കാർ നല്ല സ്വഭാവക്കാരായിരുന്നു. അവർ ഞങ്ങൾക്ക് അവരുടെ ബേസ് ക്യാമ്പിൽ പോയി ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു. ഞാൻ ഇവരെ കൂടെയായിരുന്നു ട്രാവൽ ചെയ്യുന്നത്. അമ്മമാരാണെങ്കിൽ ഭയങ്കര അലമ്പാണ്. പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവരെ കൂടെ ഞങ്ങൾ കെരൻവാലി വരെ ആ വണ്ടിയിലായിരുന്നു. ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ പോയി. പോകുന്ന റൂട്ടിലൊക്കെ പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ്, സ്നോ കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര മഞ്ഞാണ്, നല്ല തണുപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് മഞ്ഞൊക്കെ കണ്ടങ്ങോട്ട് പോകാം. പക്ഷേ ഇത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ആസ്വദിക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറാണ്, അതായത് കാശ്മീരിൻ്റെ ഏറ്റവും ടോപ്പിലാണിത്. ഓക്കെ, അവിടേക്കാണ് പോകുന്നത്. നമ്മളങ്ങോട്ട് ലിഫ്റ്റ് അടിച്ച് തന്നെ പോയത്. അങ്ങോട്ട് വേറെ ടൂറിസ്റ്റ് വണ്ടികളോ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ താഴ്ന്ന് ടാക്സി എടുക്കണം. ടാക്സി എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 3000-3500 രൂപ പെർ പേഴ്സൺ അങ്ങോട്ട് പോകാം. അതിലൊരു ഏറ്റവും ബെറ്റർ നമ്മൾ ഇതേമാതിരി ഹിച്ച് ഹാക്കിങ് ചെയ്യുക. ആർമിക്കാരൊക്കെ നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് ഫുള്ള് മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മാത്രമേ ഉള്ളൂ അവിടെ. മഞ്ഞൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ആ വണ്ടി തന്നെ അങ്ങനെ പോയി. ഏകദേശം അത്യാവശ്യം നല്ല ലോങ്ങാണ് പോയത്. കുഴപ്പമില്ലാതെ നല്ല ലോങ്ങിൽ അങ്ങനെ പോകുമായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ പറഞ്ഞാൽ ഫുള്ള് ആർമിയാണ്. അപ്പോൾ നമുക്ക് അധികം വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇതൊക്കെ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഏരിയയാണ്. പെർമിഷനൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പെർമിഷൻ നമുക്ക് പൈസയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യുക, കെരൻവാലിൻ്റെ ഏറ്റവും ടൗണിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് ചെയ്യുക, പെർമിഷൻ എടുക്കുക. മഞ്ഞ കഴിഞ്ഞു. ഇതേമാതിരി ചെറിയ മലകൾ, പുഴകൾ അങ്ങനെയായിരുന്നു. ഏകദേശം ഇവരെ കൂടെ തന്നെ നമ്മൾ 2 മണിക്കൂർ ഇവരെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെ കൂടെ നമ്മൾ കാറിൽ അങ്ങനെ പോയി. ഒരു പാലൊക്കെ എത്തിയില്ല ഗാർമെൻറ്റ്. ഇവിടെയൊക്കെ ഫുള്ള് ഞാൻ പറഞ്ഞ ഓരോ 100 മീറ്റർ ആർമി ബേസ് ക്യാമ്പാണ്. നമുക്കെന്താ വെച്ചാൽ കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് തന്നെ ഇടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ക്ലൈമറ്റ് കാര്യങ്ങൾ. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അവിടെ പോയിട്ട് ആർമി ബേസ് ക്യാമ്പിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കുക. പക്ഷെ അത് നടന്നില്ല. കാരണം എൻഡിങ്ങിൽ ലാസ്റ്റ് ഒരു ആർമി ഉണ്ടായിരുന്നു, മലയാളി. നല്ല ആളായിരുന്നു. നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഹോട്ടലൊക്കെ ഉണ്ട്, ചെറിയ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ സ്റ്റേ അടിച്ചാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്റ്റേ അടിച്ചാൽ. ഞങ്ങൾ സ്റ്റേ അടിക്കാനുള്ള പ്ലാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ലാസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയി അവിടെ എത്താനായപ്പോൾ. അങ്ങനെ
അത്യാവശ്യം ട്രക്ക് ചെയ്യാനുണ്ട് ഇത് സംഭവം. കാരണം കയറ്റം ഇറക്കമാണ്. അത്യാവശ്യം നല്ല വളവാണ്. പിന്നെ എല്ലാവരും ഓൺ വണ്ടി, ടാക്സി, പിന്നെ ആർമി വണ്ടികൾ അത് മാത്രമേ പോകുള്ളൂ. ബസ് കാര്യങ്ങളൊന്നുമില്ല. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കിരൺ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ, അതായത് ഇന്ത്യൻ്റെ കാശ്മീരിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അതായത് കാശ്മീറും പാകിസ്ഥാനും ബോർഡർ. അതായത് നമ്മളൊരു പോയിൻ്റ് അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇങ്ങനെ കാണാം. അതാണ് അവിടുത്തെ ഏറ്റവും പ്രത്യേകത. ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിരിക്കണം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വില്ലേജ് കാണാം. നമുക്കിത് ക്യാമറയിലാണ്ടോ കാണാത്ത ഡയറക്റ്റാണ് നമുക്ക് കറക്റ്റ് കാണാം. പിന്നെ ഞങ്ങൾ ആ വണ്ടിയൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് പിന്നെ ആർമീൻ്റെ അവിടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പെർമിഷന് ID കാർഡൊക്കെ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാം. നമ്മൾ ആധാർ കാർഡൊക്കെ കൊടുത്ത് അങ്ങനെ പോയി. ഞങ്ങൾ ഫസ്റ്റ് ഒരു മസ്ജിദ് കണ്ടു, അവിടെ പോയി നിസ്കരിച്ചു. ഇത് അവിടുത്തെ ഒരു ടൗണാണ്. അത് നമ്മൾ ബോർഡർ കഴിഞ്ഞാൽ ടൗണാണ്. അവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല, എല്ലാവരും ചെറിയ കടകളും കുറച്ച് ആൾക്കാരുള്ളൂ. അങ്ങനെ അത്യാവശ്യം താഴോട്ട് ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് അടിപൊളി കാഴ്ചകൾ വന്നത്. ആ മുകളിൽ ചെറുതായിട്ട് കാണുന്നതൊക്കെ ഈ പാകിസ്ഥാൻ്റെ വീടുകളാണ്. അങ്ങോട്ട് നോക്കുമ്പം അവരത് കാശ്മീർ പാകിസ്ഥാനാണ്. പിന്നെ നമ്മൾ ഈ റൂട്ടിലൂടെ നടന്ന് അത്യാവശ്യം കുറച്ച് നടക്കാണ്ട്, ഒരു 10-15 ഇഞ്ച് നടക്കാണ്ട്. അങ്ങനെ നടന്നിങ്ങനെ പോയി നമ്മളൊരു പാലത്തും. ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പാകിസ്ഥാൻ കാണാം. പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കാണാം ഒരു സൈഡിൽ. പിന്നെ അത്യാവശ്യം ട്രക്ക് ചെയ്യാണ്ട് എന്തായാലും, കാരണം കുറച്ചൊന്നുമില്ല ട്രക്ക് ചെയ്യാൻ. അത്യാവശ്യം പാകിസ്ഥാൻ സിറ്റിയാണ് അത് കാണുന്നത്. ആ കാണുന്നതാണ് കറക്റ്റ് പാകിസ്ഥാൻ സിറ്റി. ആ മല മൊത്തം പാകിസ്ഥാനാണ്. പിന്നെ ഇവിടെ ഫുൾ ആർമി കേന്ദ്രങ്ങളാണ്. ഫുള്ള് ക്യാമറ, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ്. ഈ പോയിൻ്റല്ല, ഈ പോയിൻ്റ് അപ്പുറമാണ് പാകിസ്ഥാൻ, ഇപ്പുറം ഇന്ത്യ. പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ് കാണുന്നത്. സൂം ചെയ്തപ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് പാകിസ്ഥാൻ്റെ ഫ്ലാഗ്. അവരുടെ പഴയ ഓൾഡ് ഫ്ലാഗും ഉണ്ട്, പുതിയ ഫ്ലാഗും ഉണ്ട്. അതൊക്കെ പാകിസ്ഥാനുണ്ടോ? ആ കാണുന്നതൊക്കെ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ വില്ലേജുകളാണ്. നമ്മൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ അതായത് ആദ്യത്തെ പോസ്റ്റ് ഓഫീസും അവസാനത്തെ പോസ്റ്റ് ഓഫീസും കാണാം നമുക്ക്. ഇന്ത്യൻ്റെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും അവസാനത്തെ പോസ്റ്റ് ഓഫീസും, പിന്നെ അതേമാതിരി ആദ്യത്തെ പോലീസ് സ്റ്റേഷന്, അവസാനത്തെ പോലീസ് സ്റ്റേഷനൊക്കെ കാണാം. നമ്മൾ എൻഡിലാണല്ലോ. ചെറിയ പ്രദേശങ്ങളാണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇത്ര ഏരിയയിൽ ആർമികളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആർമികളൊക്കെ ആ മലകളിലൊക്കെ ഉണ്ട് ഫുള്ളായിട്ട്. ഭയങ്കര സപ്പോർട്ടാണ് ആർമികളൊക്കെ. നമ്മളെ ഭയങ്കര ഹെൽപ്പാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ വില്ലേജ്, അവിടുത്തെ വണ്ടികൾ. അവിടുന്ന് സൗണ്ടുകളൊക്കെ കേൾക്കാം നമുക്ക്. കറക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫ്ലാഗൊക്കെ. ഇതാണ് പാകിസ്ഥാൻ്റെ ഫ്ലാഗ്. പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നപ്പോൾ ഇവിടെ നടന്നു വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് വലിയ സംഭവം. ഇവർ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വിളിച്ചു. പക്ഷെ ഞങ്ങളൊന്നും പോയില്ല. കാരണം ഞങ്ങൾക്ക് സമയമല്ലായിരുന്നു. കാരണം ഒറ്റ ദിവസം ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ലേറ്റായി. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ അടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഹോട്ടലിന് നല്ല റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ നടന്നിങ്ങനെ വന്നപ്പം ഒരു പോലീസുകാരനെ കണ്ടപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അവിടെ കുറച്ച് നടന്നാൽ കാശ്മീരിൻ്റെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കാരണം. അപ്പോൾ ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി അവരോട് സംസാരിച്ചു. അവരെ ക്യാമ്പിൽ നിന്ന് ഫുഡ് കഴിച്ചു. ലാസ്റ്റ് അവർ ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ ഒരു വില്ലേജിൽ സ്റ്റേ റെഡിയാക്കി തന്നു. ഇതൊക്കെ അവിടുത്തെ ആൾക്കാരുടെ ഞങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു തരണം. അതാണ് പാകിസ്ഥാൻ, അങ്ങനെയാണ് അവിടുത്തെ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ. കാരണം അവരിതൊക്കെ പറഞ്ഞതൊക്കെ എൻ്റെ വീഡിയോസിലുണ്ട്. പക്ഷേ എനിക്കെന്താ പറയുക, ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, നോർമലായിട്ട് എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. കാരണം നമ്മളാരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ആർമി ബേസിലാണല്ലോ. നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. കാരണം അതങ്ങനെയാണത്. കാരണം അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ഇന്ത്യ. അപ്പം നമുക്ക് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് ആ പോസ്റ്റ് ഓഫീസ്. അതായത് ആദ്യത്തെ പോസ്റ്റ് ഓഫീസും അവസാനത്തെ പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ്റെ. ഇതിലൂടെ വേണം നമുക്ക് നടന്ന് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് സോയിൻ്റെ കയ്യിലുള്ളത് പെർമിഷനാണ്. നമ്മളിങ്ങനെ ആ പോസ്റ്റ് ഓഫീസ് കാണാൻ പോവാണ്. പോസ്റ്റ് ഓഫീസ് പറഞ്ഞാൽ അത് പോസ്റ്റ് ഓഫീസ് വിത്ത് ഹോട്ടലാട്ടോ. അവിടെ നമുക്ക് വേണമെങ്കിൽ കത്തൊക്കെ അയക്കാം. ഞാൻ കത്തൊന്നും അയച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിരിക്കണം. അതായത് പിന്നെ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്ക് എത്ര ദൂരമുണ്ട്, എത്ര പോകാം എന്നുള്ളതൊക്കെ. അതായത് ഓരോ ലാഹോർ,
നമ്മളെ ഡൽഹി അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ആ ബോർഡിൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പാകിസ്ഥാൻ ആൾക്കാരെ കാണാം. അവരുടെ ഫ്ലാഗും കറക്റ്റ് കാണാം. പിന്നെ അവിടെ അവരുടെ ഹോട്ടൽ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, നമ്മുടെ കുറവാണ്. കാശ്മീർ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ്റെ വ്യൂ, ഇന്ത്യൻ്റെ ചെറിയ പട്ടണം. ഈ കാശ്മീരിലെ കെരൻവാലി എന്ന് പറഞ്ഞൊരു പട്ടണമാണത്. അതൊരു ചെറിയൊരു പട്ടണമാണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പട്ടണം. ഇവിടെ ടെണ്ടൊക്കെ അടിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ വേണമെങ്കിൽ പോയി പറ്റണമെന്ന് നമുക്ക് അങ്ങോട്ട് കടക്കാം, പക്ഷെ അങ്ങോട്ട് കടന്ന പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ എഴുതിയിട്ടുണ്ടാവും കാശ്മീർ പാകിസ്ഥാൻ. ഇത് കറക്റ്റ് നമുക്ക് കാണാം, കാശ്മീർ പാകിസ്ഥാൻ എന്ന്. നമ്മളങ്ങനെ കുറച്ചങ്ങനെ നടന്ന് പിന്നെ നമ്മളെന്ത് ചെയ്ത് നമ്മൾ നേരെ പോയിട്ട് അതിൽക്കൂടെയൊക്കെ കുറച്ചങ്ങനെ കറങ്ങി. അങ്ങനെ ഞാൻ പറയില്ല, ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, വില്ലേജുകളാണ്. നമുക്ക് അങ്ങനെ ആക്സെപ്റ്റബിൾ അല്ല. നമുക്ക് ഏകദേശം കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം പാകിസ്ഥാൻ. നമ്മുടെ വില്ലേജും പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ അത് കാണാം. അതിനിവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് കാണിച്ചാൽ ഇതാണ് പാകിസ്ഥാനിലെ നൈറ്റ് വ്യൂ. അവിടുന്ന് ബാങ്ക് കൊടുക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കറക്റ്റ് കേൾക്കാം. ഇതാണ് പാകിസ്ഥാൻ നൈറ്റ് വ്യൂ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോലീസുകാർ റെഡിയാക്കി തന്ന റൂമിലെത്തി. ആ റൂമിൽ കടന്ന് അന്നത്തെ വീഡിയോ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ നൈസായിട്ട് അത് വൈൻഡപ്പ് ചെയ്ത്. അപ്പോൾ ഓക്കെ ബൈ.